ഫസ്റ്റ് സഫറാണ് ഗൈസ്. ഇന്ന് നമ്മുടെ കല്യാണത്തിൻ്റെ തലേന്നാണ്. രാവിലെ തന്നെ നമ്മുടെ പിള്ളേർ ബ്രൈഡ്സ്മെയ്ഡ്സിനുള്ള ബൊക്കെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചേട്ടൻ നേരത്തെ തന്നെ ഫ്ലവറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടിയാണെങ്കിലും സെലേമാമയാണ് കുക്ക് ചെയ്യാറ്. ഇന്നത്തെ മെനു ചില്ലി ചിക്കൻ ആൻഡ് ഫ്രൈഡ് റൈസ് ആണ്. ഞാൻ പൊതുവെ ഒരു ചിക്കൻ ലവറാണ്. സെലേമാമ ചിക്കൻ വറക്കുമ്പോൾ എപ്പോഴും പേരക്കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോന്നും ഇതും കൊടുക്കും. ഇന്ന് ഞാൻ കല്യാണപ്പെണ്ണായതുകൊണ്ട് കുറച്ചും കൂടി പ്രിവിലേജ് ഉണ്ട്. അപ്പം ഞാനവിടെ നിന്ന് ചിക്കൻ വറുത്ത കഴിക്കുകയാണത്. പിന്നെ ഇടയ്ക്ക് എനിക്ക് അലുവിനെ പിരിയാൻ പോണേൻ്റെ ഒരു വിഷമം വരും. സോ അലുവിനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കിടന്നു. പിന്നെ നമ്മുടെ കല്യാണപ്പെണ്ണിൻ്റെ ബൊക്കെ എൻ്റെ ഫ്രണ്ട് കല്ലു ആണ് കേട്ടോ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് എൻ്റെ ഇഷ്ടമുള്ളൊരു ഫോട്ടോ അയച്ചു. അവൾ അതിനേക്കാളും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ആ ബൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, ഫ്രഷ് ഫ്ലവറിൻ്റെ. പിന്നെ അതുപോലെ നമ്മൾ റെഡിയാകാൻ പോകുന്നത് അടുത്ത വീട്ടിലാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യാൻ പോണേ. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് രാത്രി തന്നെ ഡ്രസ്സും ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ചേച്ചിയുടെ കൊലീഗാണ്. സാർ എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കപ്പിൾ വാച്ചൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അത് ഞങ്ങളിപ്പോൾ അത് യൂസ് ചെയ്യാനുണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. ഇവർക്ക് ആക്ച്വലി കല്യാണത്തിന് എൻ്റെ കൂടെ വരാൻ പറ്റില്ല. അവരുടെ പാരൻസിന് വയ്യാത്തതുകൊണ്ടിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അവർ നേരത്തെ വന്ന് ലേറ്റായിട്ടൊക്കെയാണ് രാത്രി പോയിട്ടുണ്ടായിരുന്നത്. എനിക്കതിലൊരു വിഷമം ഉണ്ടായിരുന്നു, അവർ കെട്ടിക്കാൻ കൂടെ വരില്ലല്ലോ എന്ന് ഓർത്തിട്ട്. എൻ്റെ നാളെ നമുക്ക് പോകാനുള്ള താറൊക്കെ ചേട്ടത് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ആ യാത്ര എനിക്ക് വളരെ ഇമോഷണലായിരുന്നു. കാരണം എൻ്റെ വളരെ വിരലിനുണ്ടാവുന്ന ക്ലോസ് പീപ്പിൾസാണ് അന്ന് വീട്ടിലുണ്ടായിരുന്നത്. അവരെല്ലാവരും എനിക്ക് ഫുഡൊക്കെ വാരി തന്നിട്ടുണ്ടായിരുന്നു, ഓരോ പിടി വീതം. എൻ്റെ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. കൂടെ എനിക്ക് വളരെ വിഷമമായിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അവരുടെ റിലു മാത്രമായിട്ട് ഇനി എനിക്കിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഞാനപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് പുതിയൊരു ഫാമിലിയുടെ പാർട്ടാവാൻ പോവാണ് ഞാൻ. എനിക്ക് പുതിയ റോൾസ് വരും. സോ അവരുടെ കൂടെ എനിക്ക് ഇനിയും മിങ്കിൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോഴും ആ ബോണ്ട് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അവരുടെ കൂടെ ഇടയ്ക്കൊക്കെ കൂടാൻ പറ്റുന്നുണ്ട്. അതിന് ഫുൾ ക്രെഡിറ്റ് എൻ്റെ ഹസ്ബൻഡിനാണ്. സോ ഈ വീഡിയോസ് ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട് ശരിക്കും. താങ്ക് യു ഓൾ ഫോർ യുവർ ലവ്. നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ തേൻ കിളിയേ, നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ നിന്നിളം കൂട്ടിൽ ഓരോരായിരം കുഞ്ഞു കിളികൾ വന്നു. നാളെ വെളുപ്പിന് എന്നെ കൊണ്ടുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോയി. പക്ഷെ എല്ലാവരും കൂടി എനിക്കൊരു സർപ്രൈസ് തരാൻ വിളിച്ച് എണീപ്പിച്ചു. എത്ര ഗതിച്ചിട്ടും കണ്ടില്ലെന്നാലും ആൻഡ് എൻ്റെ കല്ലും അലുവും കൂടിയിട്ട് ഒരു സർപ്രൈസ് വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ്, എൻ്റെ ടീച്ചേഴ്സ്,
അങ്ങനെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് പേരുടെ വോയിസ് നോട്ട്സൊക്കെ ഉള്ള വീഡിയോ, പിന്നെ ഞങ്ങളുടെ കുറേ മൊമെൻറ്റ്സൊക്കെ. ഞാൻ കുറേ കരഞ്ഞു പോയി ശരിക്കും. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും കരഞ്ഞു. ആ വീഡിയോ കാണുന്ന പലരെയും എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്ക് അറിയത്തോലുമില്ല. കല്ലുവിനെ എനിക്ക് മാത്രം അറിയാവുന്ന ആൾക്കാരാണ്. പക്ഷേ അവരെല്ലാവരും ഒരുപോലെ കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. I'm so happy for you and just പോസ്റ്റ് നമ്മൾ ഫ്രണ്ടിൽ എത്ര വർഷമുണ്ട് നിങ്ങൾക്കനി വന്നിട്ട് ഞാൻ സ്മൈലി നിന്നെ പോസ്റ്റ് നോക്കി മാത്രം മതി. And I'm so happy for this big day. Congrats, happy marriage to you. പിന്നെ എല്ലാവരും ഒരു മൂകഭാവമായിരുന്നു. ആൻഡ് ഞങ്ങൾ ആക്ച്വലി ഉറങ്ങിയില്ല. ഞാനും 1 മണിക്കൂറൊന്നും ഉറങ്ങിയിട്ടുള്ളൂ. പിന്നെ വെളുപ്പിന് 3 മണിയായപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ടൊക്കെ പോകേണ്ടി വന്നു. ആൻഡ് കുറേ നേരം വളരെ സൈലൻ്റായിട്ടിരുന്നു. ഞാൻ എല്ലാവരെയും വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് നോക്കി കാണാമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്നെ എന്തോരം സ്നേഹിക്കുന്നുണ്ടെന്ന് ഓർത്തിട്ട്. പിന്നെ പയ്യെ ഫണ്ണായി. പിന്നെ കല്ലും കൂടി നാളെ ഇടാനുള്ള ഡ്രസ്സ് ഇപ്പോഴേ ഇട്ടും കിടന്നുറങ്ങി. അപ്പോൾ ഇനി കല്യാണത്തിന് കാണാം.